വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടത്. ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 5 സവാള എടുത്തിട്ടുണ്ട്. സവാളക്ക് പകരമായിട്ട് നമുക്ക് ഉള്ളി വേണമെങ്കിൽ ഉള്ളി എടുക്കാം കേട്ടോ. ഒരു 3 സവാള എടുത്തിട്ട് ബാക്കി 1 കപ്പ് ഉള്ളി വേണമെങ്കിൽ ഉള്ളി എടുക്കാം കേട്ടോ. ഇനി സവാള നന്നാക്കിയതിന് ശേഷം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്. ഇത് ഗ്രൈൻഡറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് സവാള വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുക്കറിൽ ചിക്കൻ കറി വെക്കുമ്പോൾ നല്ല ക്ഷമയോടുകൂടി നിന്നിട്ട് ഈ സവാള വഴറ്റണം കേട്ടോ. ക്ഷമയില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ സവാള വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇതിൽ ഒട്ടും അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കറിയും അടി പിടിക്കുന്നതായാലും അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഗ്രൈൻഡറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന തക്കാളിയാണ്. ഞാനിവിടെ വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. വലിയതായതുകൊണ്ട് 1 തക്കാളി എടുത്തിട്ടുള്ളൂ. ചെറിയ തക്കാളിയാണ് എടുക്കണമെങ്കിൽ 2 തക്കാളി എടുക്കണം. ഗ്രൈൻഡറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അതിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കരുത്. അതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 250 ml കപ്പിയിൽ കറക്റ്റ് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ കറക്റ്റ് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികം ചാറ് വേണ്ട, നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ചാറായിട്ടാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇതേപോലെ നന്നായിട്ട് തിള വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. എയറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. തക്കാളിയൊക്കെ അടിച്ച് വെച്ചിട്ട് വെച്ച കറി ആയിരുന്നുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കട്ടിയാവും കേട്ടോ കറി. ഉപ്പ് പോരായൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം ഇതിലേക്ക് 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ.